മാവോയിസ്റ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുത്. കീഴടക്കുന്നവർക്ക് നിയമമനുസരിച്ച് ഇളവ് ലഭിക്കും. അടുത്ത മാർച്ചോടെ രാജ്യത്ത് നിന്ന് ഈ ചുവപ്പ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത് ഷാ ദണ്ഡേവാഡയിൽ പറഞ്ഞു. അതേസമയം 3 മാസത്തിനിടെ 521 ഭീകരരാണ് കീഴടങ്ങിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, എന്താണ് അമിത് ഷാ മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്നത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പറഞ്ഞത്? ഛത്തീസ്ഗഡിൽ ദന്തേവാഡയിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിട്ടുള്ളത്. ഓരോ മാവോയിസ്റ്റുകളെയും വധിക്കുമ്പോൾ അതിൽ ഭരണകൂടം സന്തുഷ്ടരല്ല. പക്ഷേ വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കുന്നവർക്ക് കടുത്ത നടപടി നേരിടേണ്ടി വരും. അതല്ലാത്തവർക്ക് നിയമം അനുശാസിക്കുന്ന തരത്തിൽ കീഴടങ്ങി മുഖ്യധാരയിലേക്ക് എത്താം. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം നൽകും. കൂടാതെ ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കീഴടങ്ങുന്ന ഗ്രാമങ്ങളെ നക്സൽ രഹിതമായി പ്രഖ്യാപിക്കുകയും അവിടെ വികസനത്തിനായി 1 കോടി രൂപ ഫണ്ടായി നൽകുകയും ചെയ്യും എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. അതായത് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി നിയമം അനുശാസിക്കുന്ന തരത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക, അതല്ലെങ്കിൽ കടുത്ത നടപടി. അമിത്ഷാ തന്നെ ചൂണ്ടിക്കാട്ടിയത് വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിന്നാൽ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം അടുത്ത വർഷം മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കും എന്നുള്ള കാര്യം ദന്തേവാഡയിൽ അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഛത്തീസ്ഗഡിന്റെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം സംസാരിക്കുമ്പോഴും 2026 മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു. അക്കാര്യം ഒന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ 3 മാസത്തിനിടെ 521 കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഛത്തീസ്ഗഡ് മേഖലയിൽ കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്കുകൾ. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. കടുത്ത മുന്നറിയിപ്പാണ് മാവോയിസ്റ്റുകൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. 2026 മാർച്ചോടെ രാജ്യത്ത് നിന്ന് ചുവപ്പ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത് ഷാ പറഞ്ഞു.